ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റവ ദോശയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ക്രിസ്പി ആയിട്ടുള്ള റവ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു അരക്കപ്പ് അളവിൽ റവയാണ്. അപ്പോൾ ഇത് വറുത്തതാണെന്നുണ്ടെങ്കിലും വറുക്കാത്തതാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഏതായാലും മതിയാവും. അത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് അതേ കപ്പിൽ ഒരു അരക്കപ്പ് അളവിൽ അരിപ്പൊടി കൂടിയാണ്. അപ്പോൾ അരിപ്പൊടിയും ചേർക്കുകയാണ്. അരിപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ മൈദാമാവ് കൂടിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഫുള്ളുണ്ടാവും, അതും കൂടി ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു വലിയ സവാളയുടെ പകുതി ഞാനിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ചേർക്കാം. സവാളയും ചേർത്ത് കൊടുത്തിട്ട് ഒരു വലിയ തക്കാളിയുടെ ഒരു പകുതി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ പച്ചമുളകാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് പച്ചമുളകും കൂടി ചേർക്കാം. പച്ചമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയാണ്. ഇതിലേക്ക് ചേർക്കുന്ന എല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ്, നല്ല ജീരകം. ജീരകവും ചേർത്ത് കൊടുത്തിട്ട് വളരെ കുറച്ച് മാത്രം മല്ലിയില കൂടി. ഇപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്താലും മതിയാവും. കൂടെ തന്നെ നമ്മുടെ ഈ മാവിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളമാണ്. ഏകദേശം ഒരു 4 കപ്പോളം വെള്ളം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നമ്മളിപ്പോൾ റവ ആയതിൻ്റെ പേരിൽ തന്നെ ഇത് സമയം കഴിയും തോറും വീണ്ടും നമ്മളിതിലേക്ക് വെള്ളം ചേർത്തുകൊണ്ടേ ഇരിക്കണം. നല്ല വെള്ളം പോലെ വാട്ടറിയായിട്ട് വേണം നമ്മുടെ ഈ മാവ് കിട്ടാനായിട്ട്. കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് വേണം നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രത്തോളം കട്ടിയായിട്ട് വരുന്നുണ്ടോ മാവ് അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം നല്ലതുപോലെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ നമ്മുടെ മാവെല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ദോശ തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദോശ തവ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു അല്പം എണ്ണ പുരട്ടി കൊടുക്കാം. എണ്ണ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇത്രയും വെള്ളം വേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ദോശ തവ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം, എന്നിട്ട് വേണം നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ കട്ടിയാകുന്നതിനനുസരിച്ച് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുത്തേക്കണം നമ്മുടെ മാവിലേക്ക്. അതിനുശേഷം നമ്മൾ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിരുന്നാൽ മാത്രം മതിയാവും. നമ്മുടെ സാധാരണ ദോശ തയ്യാറാക്കുന്നതിലും കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും ഇത് നല്ലതുപോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇത് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ഏകദേശം 1 മിനിറ്റും കൂടുതൽ എടുക്കും. അപ്പം മാത്രമേ ഈ വെള്ളം എല്ലാം ഒന്ന് വറ്റിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ ദോശ കിട്ടുള്ളൂ. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ തിരിച്ചിടണം എന്നുണ്ടെങ്കിൽ മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ സൈഡ് കൊണ്ട് തന്നെ ഒന്ന് മടക്കി ഫോൾഡ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ടാണ് നമ്മുടെ റവ ദോശ തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ദോശയും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ റവ ദോശയ്ക്ക് പ്രത്യേകിച്ചിട്ട് ഒരു സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ കഴിക്കാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ചട്നി ഉണ്ടെങ്കിൽ അത് മാത്രം മതിയാവും. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നില്ലേ ബജി ചട്നി, ആ ബജി ചട്നിയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒന്നാണ്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചട്നിയുടെ റെസിപ്പി കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടേക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ട്രൈ ചെയ്യുന്നവരെല്ലാവരും എനിക്ക് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.